മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ പറഞ്ഞ് മഹാലക്ഷ്മിയാണെങ്കിൽ ലേഖയോടും അനന്തുവിനോടും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തീരുമാനിക്കുന്നു. അവൾ വന്ന് സത്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. താൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുതലേ സത്യങ്ങൾ, അതായത് ഈ ഒരു അപകടത്തെക്കുറിച്ച് അറിയാമെന്നും കണ്ണനോട് മനഃപൂർവ്വം മറച്ചു വെച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ലേഖയും അനന്തുവും മഹിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം, അതും കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമെങ്കിലും സത്യങ്ങൾ നിനക്ക് തുറന്നു പറയാമായിരുന്നുവെന്ന് ലേഖ പറയുന്നുണ്ട്. അനന്ത് പറയുകയാണ്, ഞങ്ങൾ കേട്ടു നിന്നത് പോലെ ഒരുപക്ഷെ കണ്ണൻ കേട്ടു നിൽക്കണമെന്നില്ല, അവൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. മഹാലക്ഷ്മിയോടും മറ്റെന്ത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും അവൻ ക്ഷമിക്കും. പക്ഷെ ഇത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും അവന് ജീവനായിരുന്നു അവന്റെ അച്ഛൻ. എനിക്കെല്ലാം അറിയാം അനന്തുവേട്ടാ, പക്ഷെ നിങ്ങൾ കൂടിയും എന്നെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ, താൻ എന്തായാലും ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് ഇങ്ങനെയൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കരുത്, വരുന്നിടത്ത് വെച്ച് കാണാം, സത്യങ്ങളൊന്നും തന്നെ കണ്ണനെ ഇപ്പൊ അറിയിക്കണ്ട എന്നൊക്കെ അനന്തവും ലേഖയും പറയുന്നു. പിന്നീട് മാർക്കോയാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരെ ഒന്നിപ്പിച്ചത് അയ്യപ്പസ്വാമിയാണെന്നും അവരങ്ങനെയൊന്നും പിരിയത്തില്ല എന്നൊക്കെ തന്നെ അമ്മ മാർക്കോയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മഹിയുടെ മനസ്സ് വായിച്ചതുപോലെ തന്നെ തനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് തുറന്നു പറയുന്നില്ലല്ലോ, എന്തായാലും സമാധാനപരമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴും മഹിക്ക് വല്ലാത്തൊരു കുറ്റബോധമാണ് മനസ്സിൽ തോന്നുന്നത്. എന്തായാലും പ്രതാപനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അയാൾക്ക് പറ്റുന്നിടത്തോളമൊക്കെ തന്നെ വട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അത് കണ്ട് ആകെ പേടിക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതാപൻ അടുത്തതായിട്ട് ബഹളം വെക്കുന്നത്. തനിക്ക് ഡിസ്ചാർജ് വേണമെന്നും കണ്ണനെ കാണാൻ കമലേശ്വരത്തിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെയും കൊണ്ട് ഇവിടെ നേരെ പോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്, മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി കടക്കട എന്നൊക്കെ. എന്തായാലും പ്രതാപനാണെങ്കിൽ പലതും തീരുമാനിച്ചു വെക്കുന്നു. കാരണം പ്രതാപനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് വിശ്വനാഥനാണ്. അങ്ങനെ അത് രാവിലെ തന്നെ ദുർഗ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നമുക്ക് മോളുടെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകണ്ടേ? മോൾ ഒത്തിരി പ്രാവശ്യം പോയിട്ട് വന്നു, പക്ഷെ ഞങ്ങൾ പോയില്ല, അത് മോശമല്ലേ അമ്മേ? ഇപ്പൊ അങ്ങോട്ട് പോവാതിരിക്കുന്നത് നല്ലത്. അച്ഛന്റെ റൂമിലേക്ക് ആരെയും കയറ്റി വിടുന്നില്ല, മാത്രല്ല അച്ഛൻ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് അമ്മ എന്നൊക്കെ പറയുമ്പോ, എന്നാലും മോളെ നമുക്ക് അവിടം വരെ ചെല്ലാം, ആളെന്തായാലും അങ്ങനെ കിടക്കുമ്പോ പോവാതിരുന്നാലും അത് നമുക്ക് മോശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, എന്തായാലും അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുമല്ലോ, അപ്പൊ നമുക്ക് പോകാം എന്നിങ്ങനെ കരുണ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തുകയാണ്. ഉണ്ണിയോടും കരുണ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പ്രതാപൻ വീണ്ടും ബഹളം വെക്കുന്നത് കണ്ട് മുത്തശ്ശിയാണെങ്കിൽ അടങ്ങിയിരിക്കാനായിട്ട് അയാളോട് പറയുന്നുണ്ടെങ്കിലും തനിക്ക് ഡിസ്ചാർജ് വേണമെന്നും നിങ്ങൾ അറിയാതെ ഞാൻ കണ്ണനെ ചെന്ന് കമലേശ്വരത്തിലേക്ക് പോയി കാണുമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും മുത്തശ്ശി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. പ്രതാപനാണെങ്കിൽ ആരോടും പറയാതെ കുറച്ച് നടക്കാനാവുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് തന്റെ ഡ്രൈവറുടെ സഹായത്തോട് കൂടിയിട്ട് കമലേശ്വരത്തിലേക്ക് പോവുകയാണ്. മുത്തശ്ശി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അവൻ കമലേശ്വരത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മുത്തശ്ശി വേഗം തന്നെ വാമദേവനെ വിളിക്കുകയാണ്. വാമനാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, ദേ, നമ്മളെല്ലാവരും ഭയന്ന ആ ആപത്ത് വരാനിരിക്കുന്നു. എന്റെ മകനുണ്ടല്ലോ പ്രതാപൻ, അവൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി നേരെ പോയിരിക്കുന്നതേ കമലേശ്വരത്തിലേക്കാണ്. സത്യങ്ങൾ അവൻ ഉറപ്പായിട്ടും പറയും. അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് ആ വിശ്വനാഥനാണ്. അതുകൊണ്ട് തന്നെ നീ സൂക്ഷിച്ചോ, എന്റെ മോനേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിന്നെയാണ്. അതൊക്കെ അമ്മയുടെ തോന്നലാണ്. എനിക്ക് എന്തായാലും ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ എന്റെ മോളുടെ ജീവിതം അതെന്തെങ്കിലൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിക്കോളാം. പക്ഷെ കരുണയുടെ ജീവിതം നഷ്ടപ്പെടും. കരുണ അവൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ചേച്ചിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ജീവിക്കുക എന്നത്. അതും നടക്കാൻ പോകുന്നു. എന്തായാലും നിന്നെയും ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രതാപനെ തടയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാമദേവനാണെങ്കിൽ ഫോൺ കട്ടിയതിനു ശേഷം സീമന്തിരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ സ്വയം പറയുകയാണ്, ആ പ്രതാപനെ ഇനി ജീവനോടെ വെച്ചിട്ട് കാര്യമില്ല, അവനെ തട്ടിക്കളയണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും, തന്റെ നിലനിൽപ്പ് തന്നെ അത് ബാധിക്കുമെന്നൊക്കെ വാമൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രതാപനാവട്ടെ മഹാലക്ഷ്മിയും കണ്ണനും കമ്പനിയിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് കമലേശ്വരത്തിലേക്ക് എത്തുന്നത്. എന്തായാലും മഹിക്കാണെങ്കിൽ അതൊരു ചെറിയൊരു ആശ്വാസം തന്നെയാണ്. സത്യങ്ങളൊന്നും തന്നെ കണ്ണറിയാതിരിക്കും. പിന്നീട് കരുണയാണെങ്കിൽ പ്രതാപൻ കാറിൽ നിന്നും ഇറങ്ങുന്നത് കാണുന്നുണ്ട്. അവളാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അച്ഛനത് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണ പൊട്ടിത്തെറിക്കുകയാണ്. മോളെ, ഞാൻ ഇങ്ങോട്ട് വന്നതേ എനിക്ക് ആ കണ്ണനെ ഒന്ന് കാണണമായിരുന്നു, അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അയ്യോ എന്റെ പൊന്നച്ഛ, ഇവിടെ നിന്നൊന്ന് പോവാൻ നോക്ക്, ഇവിടെയുള്ളവരെ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അച്ഛനെതിരെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ്. മോളൊന്ന് മാറി നിന്നേ, എനിക്ക് പറയേണ്ടവരെ കുറച്ച് കാര്യങ്ങൾ പറയണം, കാണേണ്ടവരെ കാണണം, കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുമ്പോൾ ദുർഗയും ഉണ്ണിയും അങ്ങോട്ട് വരികയാണ്. മോളെ മാറി നിൽക്ക്, എന്തിനാ അച്ഛനെ തടയുന്നത്?
അതെ പ്രതാപ, സോറി കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് വന്ന് ഞാൻ കാണാൻ എനിക്കിപ്പോ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ ആ ഒരു കാര്യം തുറന്നു പറയുകയാണ്. ഇവിടത്തെ വിശ്വനാഥനെ കൊന്നതേ ഞാനാണ്, അത് ലോറി ഇടിപ്പിച്ച്, അത് മറ്റാരും പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ ആങ്ങള ആ വാമദേവൻ പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം തുറന്നടിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഒരു വിധത്തിൽ കരുണ അവിടെ നിന്ന് പ്രതാപനെ പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ണിയാണെങ്കിൽ ഇതൊക്കെ നിന്റെ അച്ഛൻ സ്വയം ഉണ്ടാക്കി പറയുന്നതാണോ അതോ നടന്ന കാര്യങ്ങളാണോ, എനിക്ക് സംശയമുള്ളതാണ്, എന്തായാലും എനിക്ക് അമ്മാവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഉണ്ണി വേഗം തന്നെ വാമദേവനെ വിളിക്കുകയാണ്. അമ്മാവനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇതുകൂടി കേൾക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും വാമദേവൻ മനസ്സിലാക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് സത്യങ്ങൾ അറിഞ്ഞു വരികയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ പ്രതാപനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണമെന്നും അയാൾ തീരുമാനിക്കുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ നേരിയ സംശയം ഉള്ളിൽ കയറി പറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.